കരിയറിൻ്റെ തുടക്കഘട്ടത്തിൽ അതുമല്ലെങ്കിൽ ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന ആദ്യ നാളുകളിൽ മിക്കവാറും എംപ്ലോയീസിനെല്ലാം നല്ല പണി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പുറയിൽ സ്ക്രീനിൽ എഴുതി വെച്ചിരിക്കുന്നത്. യെസ് 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 എന്ന് ധാരാളം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുതിയ തൊഴിൽ മേഖലയിലേക്ക്, ഒരു ജോലിയിലേക്ക് കിടക്കുമ്പോൾ നമ്മളിൽ പലരുടെയും ധാരണ ഇത് എല്ലാ കാര്യങ്ങളിലും യെസ് പറയേണ്ട ഒരിടമാണ് വർക്ക് സ്പേസ്. നമ്മുടെ ബോസ് പറഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കൾ, കൂടെയുള്ള വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്, ഇവരൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ യെസ് മൂളുക എന്നുള്ളത്, ശരി ശരി നമുക്കത് ചെയ്യാം എന്ന് പറയുക എന്നുള്ളതാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ യെസ് പറയുന്നതിന് മുൻപ് കുറേ അധികം കാര്യങ്ങൾ ആലോചിക്കണം. ഇത് നമ്മളെക്കൊണ്ട് നമ്മളുടെ സ്കിൽ സെറ്റ്സ് വെച്ച് നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യമാണോ, നമ്മൾക്കിത് മറ്റാരുടെയും സഹായത്തോടു കൂടി മാത്രം നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യമാണോ, അതോ ഒറ്റയ്ക്ക് തന്നെ നടത്തിയെടുക്കാൻ പറ്റുന്നതാണോ, ഈ ഉദ്ദേശിച്ച കാലയളവിനുള്ളിൽ, ടൈം ഫ്രെയിമിനുള്ളിൽ നടക്കുന്ന കാര്യമാണോ, ഇത് പ്രാക്ടിക്കലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അവയർനെസ് ഉണ്ടാക്കി മാത്രം യെസ് പറയുക. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ഒരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷണലായിട്ടൊരു യെസ് പറയുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നടത്തിയെടുത്തില്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ യെസ് പറഞ്ഞ നമ്മളുടെ തലയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ യെസ് പറഞ്ഞില്ല എങ്കിൽ പിന്നീട് മറ്റെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് ഞാൻ പറയാം. ഈ കാര്യം നടക്കാതെ വരുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, യെസ് പറഞ്ഞ കാര്യം നടക്കാതെ വരുന്നൊരു മൊമെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ഇതേ സ്നേഹനിധിയായ ബോസ്, നിങ്ങളുടെ ഇതേ കളിത്തോടനായ നിങ്ങളുടെ കൊളീഗ് എന്തായിരിക്കുമെന്ന് പറയുക, യു സെഡ് യെസ്, ദാറ്റ് ഈസ് വൈ ഐ അസൈൻ ടു യു. അത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മറ്റ് ഓപ്ഷൻ നോക്കിയേനേലോ എന്ന് പറയും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പലരും തകർന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഫ്രഷേഴ്സ് അല്ലേ, ഒരു ജോലിയിൽ കയറി ആദ്യം കുറച്ച് മാസങ്ങളേ ആയുള്ളൂ, 1 വർഷത്തിനൊക്കെ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർ, ഇതൊരു വലിയ തിരിച്ചറിവായിരിക്കും. ഞാനിത് പറയാൻ കാരണം, ഒരു ഫ്രഷറാണ് നിങ്ങൾ എങ്കിൽ, ഒരു തൊഴിൽ മേഖലയിൽ, ഒരു പുതിയ തൊഴിൽ ഇടത്തിൽ ജോലി തുടങ്ങിയ ഒരു സാഹചര്യമാണ് എങ്കിൽ, ഏതെങ്കിലും ഒരു യെസ് ആ ഓഫീസിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതിന് മുൻപ് നിങ്ങളെക്കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ, ഇസ് ഇറ്റ് റിയലിസ്റ്റിക്, ഇസ് ഇറ്റ് പ്രാക്ടിക്കൽ, ഇസ് ഇറ്റ് ടൈം ബൗണ്ട്, ഈസ് ഇറ്റ് പോസിബിൾ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കുക. ഇല്ല എങ്കിൽ ഏതൊക്കെ പ്രശ്നമാണ് നിങ്ങൾക്ക് ഇതിൽ ചലഞ്ചസ് ആയിട്ട് വരിക എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി അത് ഈ പറഞ്ഞ നിങ്ങളുടെ ബോസുമായിട്ടൊക്കെ കൃത്യമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ചാടിക്കറി യെസ് പറയുകയോ ചാടിക്കറി നോ പറയുകയോ ചെയ്യുന്നതിന് പകരം സ്റ്റഡി ചെയ്ത ശേഷം മാത്രം ഒരു ഒഫീഷ്യൽ എൻവയറൺമെൻറ്റിൽ ഈ സാധനം എടുത്ത് ഉപയോഗിക്കുക. പേഴ്സണൽ ലൈഫിലും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യും അല്ലേ. 4 മണിക്ക് നീ തിയേറ്ററിലേക്ക് വന്നേക്കുമല്ലോ അല്ലേ, ഞാൻ ടിക്കറ്റ് ഒക്കെ ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ യെസ് പറഞ്ഞ അനുഭവം നമുക്കെല്ലാവർക്കും കാണും. അതിനുശേഷം നമ്മളെ കൊണ്ട് അവിടെ സമയത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ ആ കൂട്ടുകാരൻ പിന്നെ നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്ക് പിന്നെ പുറത്ത് പറയാൻ ഒരു പക്ഷേ സാധിക്കണമെന്നില്ല. ഇതേ അനുഭവം ഫാമിലിയിൽ കുട്ടികളോട് ചില യെസ് പറഞ്ഞപ്പോഴും, ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് യെസ് പറഞ്ഞപ്പോഴും ഒക്കെ അനുഭവമുള്ളവർ ഇത് കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ യെസ് പറയുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ അത് നമ്മൾക്ക് ഒന്നുകൂടി ഒരു ബെറ്റർ പേഴ്സണായി മാറാൻ സാധിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.